ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് നമ്മൾ മലയാളത്തിൽ ഞാൻ എഴുതും, ഞങ്ങൾ എഴുതും, അവൻ എഴുതും, ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് കാണുകയാണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്നാണ് പറയുന്നത്. പേരൊന്നും പഠിക്കണമെന്നില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, വെർബിന് ധാരാളം, ക്രിയയ്ക്ക് ധാരാളം രൂപങ്ങൾ എല്ലാ ഭാഷയിലുള്ള പോലെ ഇംഗ്ലീഷിലും ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ 4 ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് 4 നമ്മൾ കാണുന്നത്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് അല്ലേ. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ഇപ്പൊ ഞാൻ എഴുതും, അപ്പൊ ഞാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതിന്റെ കൂടെ വില്ല് അല്ലെങ്കിൽ ഷാൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വയ്ക്കും. എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ഫോം വയ്ക്കും? ബേസ് ഫോം വയ്ക്കും, ആദ്യത്തെ ഫോം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫോമാണ് ഈ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഞാൻ എഴുതും, ഞാൻ പോകും, ഇതൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി, സബ്ജക്റ്റിന്റെ കൂടെ വില്ലോ അല്ലെങ്കിൽ ഷാലോ ഉപയോഗിക്കും. എന്നിട്ട് അതിന്റെ കൂടെ ബേസ് ഫോം വയ്ക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഞാൻ എഴുതും, ഞങ്ങൾ എഴുതും എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വില്ലുണ്ട് അല്ലെങ്കിൽ ഷാൽ എന്ന 2 വാക്കുകളുണ്ട്. നേരത്തെ ഇംഗ്ലീഷിൽ വളരെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടായിരുന്നു, നിയമങ്ങൾ ഉണ്ടായിരുന്നു, ഇതിൽ ഏത് ഉപയോഗിക്കണമെന്നൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ പൊതുവെ നമുക്ക് വില്ല് ഉപയോഗിച്ചാൽ മതി. ഷാല് പൊതുവെ ഇപ്പോഴും ഈ ഐയുടെ കൂടെയും വിയുടെ കൂടെയൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് തല ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾക്ക് പിന്നെ മറ്റൊരു നിയമം ഇംഗ്ലീഷിലുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ ആ നിയമത്തിൽ ഇത് ഒരേപോലെ ഉപയോഗിക്കുന്നത്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എളുപ്പമായി സിംഗുലറിനോ പ്ലൂറലിനോ വേറെ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഹി ആയാലും വി ആയാലും ഒന്ന് തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ എഴുതും എങ്ങനെ പറയും ഇംഗ്ലീഷില്? ഐ വിൽ റൈറ്റ്. ഇതെല്ലാം ബേസ് ഫോം ആണ് ഈ കിടക്കുന്നത്, ഈ ഫോം ആദ്യത്തെ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും കൊണ്ടുപോയി വെച്ചേക്കരുത്, ഈ സാധനമാണ് ഉപയോഗിക്കേണ്ടത്, ബേസ് ഫോം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസും കണ്ടതാണ്. ഇത് രണ്ടും അവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് സിമ്പിൾ പ്രസന്റിന്, ഇത് സിമ്പിൾ പാസ്റ്റ്. ഇനി ഒരിക്കലും ഇവ ഉപയോഗിക്കില്ല ഇംഗ്ലീഷില്. ഒന്നിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് കിടക്കുന്നത്. അവൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, അവനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മള് ബേസ് ഫോം, ഇതെല്ലാം ഈ ആദ്യത്തെ ഫോമാണ്. ഇപ്പൊ ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും. ഐ വിൽ സ്ലീപ്, ഞാൻ ഉറങ്ങും. ഞാൻ ഇന്ന് നന്നായി ഉറങ്ങും. ഐ വിൽ സ്ലീപ് ടുഡേ വെൽ. ഐ വിൽ സ്ലീപ് ടുഡേ വെൽ, നന്നായിട്ട് ഇന്ന് ഉറങ്ങും. ഐ വിൽ ഗോ, ഞാൻ പോകും. ഞാൻ അവന്റെ കൂടെ പോകും. ഐ വിൽ ഗോ വിത്ത് ഹിം. നമ്മൾ അങ്ങനെ കൂട്ടിച്ചേർത്ത് വാചകങ്ങൾ വലുതാക്കുന്നു. ഐ വിൽ റീഡ്, ഞാൻ വായിക്കും. ഐ വിൽ സ്റ്റഡി, ഞാൻ പഠിക്കും. ഇനി അടുത്തതായിട്ട് വി അല്ലേ. വി ഇതുപോലെ തന്നെയാണ്. വി വിൽ റൈറ്റ്, നമ്മൾ എഴുതും അല്ലെങ്കിൽ ഞങ്ങൾ എഴുതും. 2 വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട് വിക്ക്. വി വിൽ സ്ലീപ്, നമ്മൾ ഉറങ്ങും. വി വിൽ ഗോ, നമ്മൾ പോകും. നമ്മൾ എറണാകുളത്ത് പോകും. വി വിൽ ഗോ ടു എറണാകുളം. അത് നമ്മൾ പിന്നീട് പഠിക്കാൻ, ടു എറണാകുളം. ഓക്കെ. വി വിൽ റീഡ്, നമ്മൾ വായിക്കും. വി വിൽ സ്റ്റഡി, നമ്മൾ പഠിക്കും. ഇനി അടുത്ത യു. നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, താൻ എന്നൊക്കെ യുവിനുണ്ടെന്ന് നമുക്കറിയാം. യു വിൽ റൈറ്റ്, നീ എഴുതും. യു വിൽ സ്ലീപ്, നീ ഉറങ്ങും. യു വിൽ ഗോ, നീ പോകും. യു വിൽ റീഡ്, നീ വായിക്കും. യു വിൽ സ്റ്റഡി, നീ പഠിക്കും. ഹി സിംഗുലർ ആണ് അല്ലെ, എന്നാൽ ഇത് തന്നെ ഉപയോഗിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. അവനൊരു എഴുത്ത് എഴുതും. ഹി വിൽ റൈറ്റ് എ ലെറ്റർ. അവനൊരു കഥ എഴുതും. ഹി വിൽ റൈറ്റ് എ സ്റ്റോറി. ഹി വിൽ സ്ലീപ്, അവൻ ഉറങ്ങും. ഹി വിൽ ഗോ, അവൻ പോകും. ഹി വിൽ റീഡ്, അവൻ വായിക്കും. ഹി വിൽ സ്റ്റഡി, അവൻ പഠിക്കും. പിന്നെ അടുത്തത് ഷീ സിംഗുലർ ആണ്, പക്ഷെ ഇത് തന്നെ ഉപയോഗിക്കുന്നു. ഷീ വിൽ റൈറ്റ്, അവൾ എഴുതും. ഷീ വിൽ സ്ലീപ്, അവൾ ഉറങ്ങും. ഷീ വിൽ ഗോ, അവൾ പോകും. ഷീ വിൽ റീഡ്, അവൾ വായിക്കും. ഷീ വിൽ സ്റ്റഡി, അവൾ പഠിക്കും. ദേ വിൽ റൈറ്റ്, അവർ അല്ലെങ്കിൽ ഇവർ അല്ലേ, ദേ വിൽ റൈറ്റ്, അവർ എഴുതും. ദേ വിൽ സ്ലീപ്, അവർ ഉറങ്ങും. ദേ വിൽ ഗോ, അവർ പോകും.
ദേ വിൽ റീഡ്, അവർ വായിക്കും. ദേ വിൽ സ്റ്റഡി, അവർ പഠിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യണം, ആവർത്തിച്ച് നമ്മൾ പഠിക്കണം. ഇനി പേരോട്ട് രാജു വിൽ കം. രാജു ഇന്ന് വരും. രാജു വിൽ കം ടുഡേ. രാജു ഇന്ന് എന്നെ കാണാൻ വരും. രാജു വിൽ കം ടുഡേ ടു മീറ്റ് മീ ഓർ ടു സീ മീ. ഓക്കെ. ഞാൻ മാങ്ങ വാങ്ങിക്കാൻ പോകും. ഐ വിൽ ഗോ ടു ബൈ മാംഗോസ്. ഐ വിൽ ഗോ ടു ബൈ, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഐ വിൽ ഗോ ടു ബൈ മാംഗോസ്. ഇങ്ങനെ നമ്മൾ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഈ വാചകം വലുതാക്കിക്കൊണ്ടിരിക്കും. അടിസ്ഥാന ഈ സാധനമാണ് ഈ വെർബ് ക്രിയ എന്ന് പറയുന്നത് പഠിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഇത് വില്ലോ ഷാലോ, നമുക്ക് എപ്പോഴും വില്ല് ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ ഉള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കിട്ടി ഇതിന്റെ വാചകങ്ങൾ, അർത്ഥമുള്ള വാചകങ്ങൾ നോക്കി അരമണിക്കൂർ വരെ 3/4 മണിക്കൂർ വരെ ഇങ്ങനെ പറയുന്ന ഇത് പ്രാക്ടീസ് ചെയ്താൽ ഇതിനൊരിക്കലും മറന്നുപോയില്ല. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അത് പഠിക്കണം, അത് നിർബന്ധമാണ്. അത് ഈ ഫോംസ് വെച്ചുള്ള കളിയാണ് ഇംഗ്ലീഷ്. അപ്പൊ അതറിഞ്ഞിരിക്കണം. അപ്പൊ അതും വായിച്ച് പഠിക്കാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്,
ഇത് വേറെ രീതി റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ രണ്ടാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ: ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്; ബൈ, ബോട്ട്, ബോട്ട്; ക്യാച്ച്, കോട്ട്, കോട്ട്; ടീച്ച്, ടോട്ട്, ടോട്ട്; തിങ്ക്, തോട്ട്, തോട്ട്; ഫൈറ്റ്, ഫോട്ട്, ഫോട്ട്; സീക്ക്, സോട്ട്, സോട്ട്. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്; advise, advised, advised; agree, agreed, agreed; answer, answered, answered; bless, blessed, blessed; boil, boiled എന്നാണ് പാസ്റ്റ് ഫോം, ഇഡി എന്ന് ചേർക്കണേ. boiled; challenge, challenged, challenged; collect, collected, collected; correct, corrected, corrected; count, counted, counted; decide, decided, decided; destroy, destroyed, destroyed; doubt, doubted, doubted; enjoy, enjoyed, enjoyed; hope, hoped, hoped; hunt, hunted, hunted; follow, followed, followed; guess, guessed, guessed; imitate, imitated, imitated; invite, invited, invited; move, moved, moved; pluck, plucked, plucked. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം നിങ്ങൾ പഠിക്കണം, ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.